നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP രണ്ടാം സെമസ്റ്റർ BA വിദ്യാർത്ഥികളുടെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നു വിമർശനം, സാഹിത്യ വിമർശനം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് MN വിജയൻ സാറിനെ കുറിച്ചാണ്. ഈ വീഡിയോയോട് കൂടി നമുക്ക് വിമർശനം എന്ന് പറയുന്ന ആ മൊഡ്യൂൾ തന്നെ, അല്ലെങ്കിൽ വിമർശകർ സാമാന്യ പരിചയം, ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഈ 1-2 ലേഖനങ്ങളെ ആ മൊഡ്യൂളിൽ ബാക്കി ഉണ്ടാവൂ. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്തോളൂ. ഗ്രൂപ്പാണ്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും ഇതിന്റെ. അപ്പോ ആരായിരുന്നു MN വിജയൻ? അദ്ദേഹത്തിന്റെ വിമർശന പദ്ധതി എങ്ങനെയായിരുന്നു? മനസ്സിൽ കത്തി നിൽക്കുന്ന പ്രക്ഷോഭ വാസന അക്ഷരങ്ങളുടെ സൂര്യ തേജസ്സാക്കി മാറ്റിയ വിമർശകനാണ് MN വിജയൻ. ആരാണ് MN വിജയൻ? അദ്ദേഹത്തിന്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന പ്രക്ഷോഭത്തിനുള്ള വാസന അക്ഷരങ്ങളുടെ സൂര്യ തേജസ്സാക്കി മാറ്റിയ വിമർശകനാണ് ആര്? MN വിജയൻ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു സംഘർഷങ്ങളെല്ലാം എഴുത്തിലൂടെ കൊണ്ടുവന്നു. ഫ്രോയിഡിന്റെ, ആരാണ് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോ ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ശക്തമായ സ്വാധീനം MN വിജയന്റെ നിരൂപണത്തിൽ കാണാം. പ്രതീക്ഷിക്കാം വൺ വേർഡിനൊക്കെ കേട്ടോ. അപ്പം ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ശക്തമായ സ്വാധീനം MN വിജയന്റെ നിരൂപണത്തിൽ കാണാം. മലയാളത്തിലെ മനോവിജ്ഞാനീയ വിമർശനത്തിലെ പ്രാമാണികനാണ് അദ്ദേഹം. മനോവിജ്ഞാനീയ വിമർശനം, സൈക്കോളജിക്കൽ തിയറി വെച്ചിട്ട് സാഹിത്യ വിമർശനം നടത്തിയ ആൾക്കാരിൽ മെയിൻ ആയിരുന്നു ആര്? MN വിജയൻ. വ്യക്തിയുടെയും സാഹിത്യത്തിന്റെയും ബാഹ്യ ആഭ്യന്തര ലോകങ്ങളിലേക്ക്, വ്യക്തിയുടെയും സാഹിത്യത്തിന്റെയും ബാഹ്യ, പുറത്തുള്ള ആഭ്യന്തര ഉള്ളിലുള്ള ഈ ലോകങ്ങളിലേക്ക് കണ്ണയക്കുന്ന സാഹിത്യ കൃതികൾ വിലയിരുത്താൻ മാനവികാപഗ്രഥന തത്വങ്ങൾ ഫലപ്രദമായി പ്രയോഗിച്ചു നോക്കി അദ്ദേഹം. അപ്പോ ശരിക്കും വ്യക്തിയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ ബാഹ്യ ആഭ്യന്തര ലോകങ്ങളിലേക്ക് കണ്ണയക്കുന്ന സാഹിത്യ കൃതികള് വ്യക്തിയുടെയും അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ ഒക്കെ പുറത്തും ഉള്ളിലൊക്കെ കയറി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന സാഹിത്യ കൃതികൾ വിലയിരുത്താൻ വേണ്ടി അദ്ദേഹം ഈ മാനസിക അപഗ്രഥന തത്വങ്ങളൊക്കെ ഫലപ്രദമായി പ്രയോഗിച്ചു നോക്കി എന്നാണ് പറയുന്നത്. മാർക്സിയൻ സമൂഹ ചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തിചിന്തയും ഒരേ ജൈവ സ്വഭാവത്തിൽ രണ്ട് ഘടകങ്ങൾ എന്ന നിലയിൽ അവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നിരൂപണ പദ്ധതിയാണ് MN വിജയന്റേത്. MN വിജയന്റെ നിരൂപണ പദ്ധതി എങ്ങനെയാണ്? മാർക്സിയൻ സമൂഹ ചിന്തയും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യക്തിചിന്തയും ഒരേ ജൈവ സ്വഭാവത്തിന്റെ രണ്ട് ഘടകങ്ങൾ എന്ന നിലയിൽ അവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നിരൂപണ പദ്ധതിയാണ് MN വിജയന്റേത്. നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമെങ്കിൽ വായിക്കുക, നല്ലതായിരിക്കും. ഈ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മുടെ ചിന്തകളെയൊക്കെ മൂന്നായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഘടനയൊക്കെ മൂന്നായിട്ട് തിരിക്കുന്ന കേസൊക്കെ ഉണ്ട്. ഇപ്പോ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന സങ്കല്പങ്ങള്, അതേപോലെ പിന്നെ ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ് സങ്കല്പങ്ങള്. പിന്നെ അവിടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോളജിയിൽ മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ വളർച്ചാ സ്റ്റേജിനൊക്കെ കാണിക്കുന്ന പഠനങ്ങളുണ്ട്. അതായത് പിന്നെ ഫാലിക് സ്റ്റേജ്, ഓറൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ലാറ്റൻസി സ്റ്റേജ് എന്നൊക്കെയുള്ള സ്റ്റേജസ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ സിഗ്മണ്ട് ഫ്രോയിഡിനൊക്കെ വായിച്ചു നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം ചെയ്യും. ഓക്കെ, ദെൻ കേസരിയുടെ സ്വതന്ത്രവും ദൈക്ഷണികവുമായ സാഹിത്യ വീക്ഷണം ആദരിക്കുന്നു MN വിജയൻ കേസരി ബാലകൃഷ്ണപിള്ള തുടക്കം പഠിച്ചാണ്. അദ്ദേഹത്തിന്റെ സ്വതന്ത്രവും ദൈക്ഷണികവുമായ സാഹിത്യ വീക്ഷണത്തെ ആദരിക്കുന്നുണ്ട്. MN വിജയന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചിതയിലെ വെളിച്ചം, ശീർഷാസനം, കാഴ്ചപ്പാട്, എഴുത്തും പ്രത്യയശാസ്ത്രവും, സംസ്കാരവും സ്വാതന്ത്ര്യവും, മരുഭൂമികൾ പൂക്കുമ്പോൾ, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, അടയുന്ന വാതിൽ തുറക്കുന്ന വാതിൽ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, അടയാളങ്ങൾ, വാക്കും മനസ്സും. അപ്പൊ MN വിജയന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചിതയിലെ വെളിച്ചം, ശീർഷാസനം, കാഴ്ചപ്പാട്, എഴുത്തും പ്രത്യയശാസ്ത്രവും, സംസ്കാരവും സ്വാതന്ത്ര്യവും, മരുഭൂമികൾ പൂക്കുമ്പോൾ, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, അടയുന്ന വാതിൽ തുറക്കുന്ന വാതിൽ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, അടയാളങ്ങൾ, വാക്കും മനസ്സും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് KP അപ്പന്റെ വിമർശന പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യാം. സാമ്പ്രദായികമായ വിമർശന ശൈലികൾ തിരസ്കരിച്ച്, അതായത് പണ്ട് മുതലേ വന്നുകൊണ്ടിരിക്കുന്ന വിമർശന ശൈലി ഉണ്ടല്ലോ, അതിനെ തിരസ്കരിച്ച് ഒഴിവാക്കി സാഹിത്യ വിചാരത്തിൽ പുതിയ സരണിക്ക് തുടക്കമിട്ടവരിൽ പ്രധാനിയാണ് KP അപ്പൻ. അപ്പം സാമ്പ്രദായികമായിട്ടുള്ള അതുവരെയുള്ള വിമർശന പദ്ധതിയിൽ ഒഴിവാക്കിയിട്ട് പുതിയ രീതി കൊണ്ടുവന്നതിൽ മെയിൻ ആണ് ആര്? KP അപ്പൻ. വിമർശനം ഇന്ദ്രിയ അനുഭൂതി പ്രധാനമായ കലാസൃഷ്ടിയാക്കി തീർക്കാനാണ് താൻ ഉൾക്കൊണ്ട കാവ്യബോധം അപ്പനെ പ്രേരിപ്പിച്ചത്. അപ്പം വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ള സാധനം അല്ലാണ്ട് നനവുള്ള, ആർദ്രതയുള്ള ഒരു അനുഭൂതി തരുന്ന ഒന്നാക്കി മാറ്റാനാണ് ആര് ശ്രമിച്ചത്? അപ്പൻ ശ്രമിച്ചത്. തന്റെ ശബ്ദം വേറിട്ട് നിൽക്കുന്നു എന്നും തന്റെ വ്യക്തിത്വം ഒറ്റപ്പെട്ടതാണെന്നും ബോധ്യപ്പെടുത്താനുള്ള ഉത്കടമായ അഭിലാഷമാകാം, ഉയർന്ന ആഗ്രഹമാകാം ആദ്യകാല നിരൂപണങ്ങളിൽ ദുരൂഹ സങ്കല്പങ്ങൾ അവതരിപ്പിക്കാൻ അപ്പനെ പ്രേരിപ്പിച്ചത്. KP അപ്പന്റെ ആദ്യകാല നിരൂപണ കൃതികളിൽ ദുരൂഹ സങ്കല്പങ്ങൾ,
ഒക്കെ കാണാം, ദുരൂഹ സങ്കല്പങ്ങൾ കാണാം. അത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം എഴുതിയെന്നാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ശബ്ദം വേറിട്ട് നിൽക്കാൻ, അദ്ദേഹത്തിന് വെറൈറ്റി ആയിട്ട് ഒരു സ്ഥലത്തിൽ അദ്ദേഹത്തിൻ്റെതായ സ്പേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാവുക ആദ്യകാലത്തിൽ എന്നാ പറയുന്നത്. എഴുത്തുകാരന്റെ ആത്മാവ് തന്റെ സൗന്ദര്യാത്മക കലാദർശനം കൊണ്ട് വേട്ടയാടി പിടിക്കുക തന്റെ ദൗത്യമാണെന്ന് അപ്പൻ കരുതുന്നു. എഴുത്തുകാരന്റെ ആത്മാവിനെ തന്റെ സൗന്ദര്യാത്മക കലാദർശനം കൊണ്ട് വേട്ടയാടി പിടിക്കുക അത് തന്റെ ദൗത്യമാണെന്ന് ആര് കരുതുന്നു? അപ്പൻ കരുതുന്നു. സാമ്പ്രദായികവും വ്യവസ്ഥാപിതവുമായ ശിക്ഷണത്തിൽ നിന്ന് മോചനം നേടി തനതായ രചനാരീതി സ്വീകരിക്കുകയായിരുന്നു അപ്പൻ. അപ്പൻ എന്താ ചെയ്തത്? അതുവരെയുള്ള സാമ്പ്രദായികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ശിക്ഷണത്തിൽ നിന്ന് മോചനം നേടി തനതായ രചനാരീതി സ്വീകരിക്കുകയായിരുന്നു അപ്പൻ. അതുവരെയുള്ളതിനെ ഫോളോ ചെയ്യാണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതി എടുക്കുകയായിരുന്നു. വിമർശനത്തെ യാന്ത്രികതയിൽ നിന്നും സാങ്കേതിക ജടിലതയിൽ നിന്നും ആവുന്നത്ര സ്വതന്ത്രമാക്കി സർഗാത്മക പ്രക്രിയയാക്കി ഉയർത്താൻ അപ്പന്റെ കാവ്യബുദ്ധിക്ക് കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? KP അപ്പന് കാവ്യബുദ്ധിയാണ്, കവിത ആ രീതിയിലുള്ള നോട്ടമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതുവരെ വിമർശനം എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്താ പറയാ, എല്ലാവരും വായിക്കാനെങ്കിൽ ഇഷ്ടപ്പെടില്ല. അത് മാറി വിമർശനവും കുറച്ച് ആസ്വാദികരമാവുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ആ കാവ്യബുദ്ധിയോടെ ഇതിനെ സമീപിച്ചത് കൊണ്ടാണ്. കുറച്ച് ഭംഗിയുള്ള ഭാഷയിലൊക്കെ എഴുതിയിട്ടാണ്. പ്രത്യയശാസ്ത്ര നിഷേധി എന്ന് അപ്പൻ സ്വയം പ്രഖ്യാപിക്കുന്നു. അപ്പനെ കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? പ്രത്യയശാസ്ത്ര നിഷേധി എന്നാണ്. മറ്റുള്ളവർ ഉൾക്കൊള്ളുകയോ നിരാകരിക്കുകയോ എന്തു ആകട്ടെ, അല്ലെ, പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, അനുകൂലിക്കോ അല്ലെങ്കിൽ ഒഴിവാക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സാഹിത്യ കലാവിഷയങ്ങളിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും അത് വ്യക്തമാക്കുക തന്റെ സ്വാതന്ത്ര്യമാണെന്നും സ്ഥാപിക്കാൻ അപ്പന് സാധിച്ചു. കേൾക്കുന്നവർ എന്തും പറഞ്ഞോട്ടെ, സാഹിത്യ വിഷയങ്ങളിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്, അത് സ്ഥാപിക്കുക എന്നുള്ളത് എന്താണ്? എന്റെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അത് വ്യക്തമാക്കുക എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അപ്പൻ വിശ്വസിച്ചു. KP അപ്പന്റെ സാഹിത്യ ചിന്തകൾ സാമ്പ്രദായിക വിമർശന പദ്ധതികളെ ഉലയ്ക്കുകയും നവീന വിമർശനത്തിന്റെ ദാർശനികവും സൗന്ദര്യാധിഷ്ഠിതവുമായ വഴി വിശാലമാക്കുകയും ചെയ്തു. അപ്പൊ KP അപ്പനെ പോലുള്ള ആള് വന്നിട്ട് സാഹിത്യ വിമർശനം നടത്തിയപ്പോഴത്തേക്ക് അതുവരെയുള്ള പഴയ ചിന്തകളെ, പഴയ വിമർശന പദ്ധതികളെ എന്ത് ചെയ്തു? അത് ഉലച്ചു. KP അപ്പന്റെ പുതിയ സരണി വന്നപ്പോഴത്തേക്ക് നവീന വിമർശനത്തിന്റെ, പുതിയ വിമർശനത്തിന്റെ ദാർശനികവും സൗന്ദര്യാധിഷ്ഠിതവുമായ വഴി വിശാലമാക്കുകയും ചെയ്തു. ഇനി ഏതൊക്കെയായിരുന്നു KP അപ്പന്റെ പ്രധാന കൃതികൾ? ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, കലഹവും വിശ്വാസവും, വരകളും വർണ്ണങ്ങളും, മലയാള ഭാവന, മൂല്യങ്ങളും സംഘർഷങ്ങളും, തിരസ്കാരം, ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക, മാറുന്ന മലയാള നോവൽ, കലാപം, വിവാദം, വിലയിരുത്തൽ, പേനയുടെ സമരമുഖങ്ങൾ, സമയപ്രവാഹവും സാഹിത്യകാരനും, കഥ, ആഖ്യാനവും അനുഭവ സത്തയും, ഇന്നലകളിലെ അന്വേഷണ പരിശോധനകൾ, ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും. ഏതൊക്കെയാണ് അപ്പന്റെ പ്രധാന കൃതികള്? ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, കലഹവും വിശ്വാസവും, വരകളും വർണ്ണങ്ങളും, മലയാള ഭാവന, മൂല്യങ്ങളും സംഘർഷങ്ങളും, തിരസ്കാരം, ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക, മാറുന്ന മലയാള നോവൽ, കലാപം, വിവാദം, വിലയിരുത്തൽ, പേനയുടെ സമരമുഖങ്ങൾ, സമയപ്രവാഹവും സാഹിത്യകാരനും, കഥ, ആഖ്യാനവും അനുഭവ സത്തയും, ഇന്നലകളിലെ അന്വേഷണ പരിശോധനകൾ, ഉത്തരാധുനികത, ചരിത്രവും വംശാവലിയും. ഇനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് നിരൂപകൻ, അവസാനത്തെ ആള് V രാജകൃഷ്ണൻ. നോക്കിക്കോളൂ. ആത്മനിഷ്ഠവും അന്തർമുഖവുമായ സമീപനമാണ് നവവിമർശകരിൽ ഒരാളായ ഡോക്ടർ V രാജകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ നവവിമർശകർ, പുതിയ വിമർശകരിൽ ഒരാളാണ് ആര്? ഡോക്ടർ V രാജകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ശൈലി എങ്ങനെയായിരുന്നു? ആത്മനിഷ്ഠമാണ്. പിന്നെയോ അന്തർമുഖമാണ്. അന്തർമുഖവുമായ, ഇൻട്രോവേർട്ട് എന്ന് പറയും അന്തർമുഖൻ. അപ്പൊ ആത്മനിഷ്ഠവും അന്തർമുഖവുമായ സമീപനമാണ് നവവിമർശകരിൽ ഒരാളായ ഡോക്ടർ V രാജകൃഷ്ണൻ സ്വീകരിക്കുന്നത്. കാൽപ്പനിക സൗകുമാര്യത്തിൽ നിഷേധാത്മക ജീവിതത്തിന്റെ ദുരന്തം കണ്ടെത്താനാണ് അദ്ദേഹത്തിന് കൗതുകം. കാൽപ്പനിക സൗകുമാര്യത്തിൽ നിഷേധാത്മക ജീവിതത്തിന്റെ ദുരന്തം കണ്ടെത്താനാണ് അദ്ദേഹത്തിന്റെ കൗതുകം. വിഷാദാത്മകത കലാപരമായ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്ന രാജകൃഷ്ണൻ എന്താ വിശ്വസിക്കുന്നത്? വിഷാദാത്മകത കലാപരമായ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നു. പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മറന്നു കളയുന്നു, വിസ്മരിക്കുന്നു. മൂല്യനിഷേധവും അരാജകത്വവും ഒരു ജീവിത ദർശനമായി ഉയർത്തിക്കാട്ടാനുള്ള പ്രവണതയാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണ് മൂല്യനിഷേധം? മൂല്യങ്ങളെ നിഷേധിക്കുക, അരാജകത്വം, അനാർക്കി, ഇതിനെയൊക്കെ ഒരു ജീവിത ദർശനമായിട്ട് ഉയർത്തിക്കാട്ടാനുള്ള പ്രവണതയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തോട് എനിക്കെന്തോ യോജിപ്പില്ല. ദെൻ അദ്ദേഹത്തിന്റെ കൃതികള് ചുഴികൾ ചിപ്പികൾ, മൗനം തേടുന്ന വാക്ക്, കാഴ്ചയുടെ അശാന്തി, മറുതിര കാത്തുനിന്നപ്പോൾ, രോഗത്തിന്റെ പൂക്കൾ, ആളൊഴിഞ്ഞ അരങ്ങ്, നഗ്നയാമിനികൾ, ചെറുകഥയുടെ ഛന്ദസ്. വി രാജകൃഷ്ണന്റെ കൃതികൾ ഏതൊക്കെയാ? ചുഴികൾ ചിപ്പികൾ, മൗനം തേടുന്ന വാക്ക്, കാഴ്ചയുടെ അശാന്തി, മറുതിര കാത്തുനിന്നപ്പോൾ, രോഗത്തിന്റെ പൂക്കൾ, ആളൊഴിഞ്ഞ അരങ്ങ്, നഗ്നയാമിനികൾ, ചെറുകഥയുടെ ഛന്ദസ്. ഇതോടുകൂടി നമ്മുടെ വിമർശനം, വിമർശകർ, സാമാന്യ പരിചയം ആ ഭാഗം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.
താങ്ക്